ഇതൊരു സാധാരണ പ്രവൃത്തി ദിവസമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ജൂൺ തുടക്കമായതിനാൽ ഇവിടെ നല്ല മഴയായിരുന്നു. എന്റെ ജോലി ഭാഗികമായി വീടിനകത്തും പുറത്തുമായതുകൊണ്ട് മഴയുള്ളപ്പോൾ അത് 10 ഇരട്ടി കഠിനമാകാറുണ്ട്. ഷിഫ്റ്റ് കഴിയുമ്പോഴേക്കും ഞാൻ വല്ലാതെ തളർന്നുപോയിരുന്നു. അന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഞാൻ ജോലി കഴിഞ്ഞിറങ്ങിയത്. നഗരത്തിന്റെ ഉൾപ്രദേശത്തുള്ള എന്റെ വീട്ടിലേക്ക് 30 മിനിറ്റ് മഴയിലൂടെ വണ്ടി ഓടിച്ചാണ് ഞാൻ എത്തിയത്. മഴ കാരണം ചെളിക്കുളമായ എന്റെ ഡ്രൈവേയിലൂടെ കാർ ഓടിച്ചു കയറ്റുമ്പോൾ അവിടെ മറ്റൊരു വാഹനത്തിന്റെ ടയർ അടയാളങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അടുത്തിടെ ഏതോ വണ്ടി അവിടെ വന്നു പോയതുപോലെ തോന്നി. ഒരുപക്ഷെ മെയിൽ വണ്ടി വല്ലമായിരിക്കുമെന്ന് കരുതി ഞാനത് കാര്യമാക്കിയില്ല. എന്നാൽ വീട്ടുവാതിൽക്കൽ പാഴ്സലുകളോ കത്തുകളോ ഒന്നും കണ്ടില്ല. വിചിത്രമായി തോന്നിയെങ്കിലും ആ വണ്ടി അവിടെ വന്നൊരു 3 പോയിന്റ് ടേൺ എടുത്ത് തിരിച്ചുപോയ ലക്ഷണമാണ് കണ്ടത്. വഴി തെറ്റി വന്നതാകാമെന്ന് ഞാൻ കരുതി. അകത്തുപോയി നനഞ്ഞ വസ്ത്രങ്ങൾ മാറി രാത്രി ഭക്ഷണത്തിനായി എന്തെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ അടുക്കളയിലേക്ക് പോയി. ഏകദേശം 7:30 ആയപ്പോൾ മുൻവാതിലിനടുത്ത് ആരോ മുട്ടുന്നതുപോലെ തോന്നി എന്ന് പറയാൻ കാരണം അത് വളരെ മൃദുവായ ഒരൊറ്റ മുട്ട് മാത്രമായിരുന്നു. മഴയുടെ ശബ്ദം കാരണം അത് കേൾക്കാനും പ്രയാസമായിരുന്നു. ഞാൻ ലിവിംഗ് റൂമിൽ നിന്ന് എഴുന്നേറ്റ് മുൻവാതിൽ തുറന്നു നോക്കി. കാറ്റും മഴയും മുഖത്തടിച്ചതല്ലാതെ ഉമ്മർത്ത് ആരും ഉണ്ടായിരുന്നില്ല. നനയാതിരിക്കാൻ ഞാൻ വേഗം വാതിലടച്ചു. അത് വെറും തോന്നലായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ വീണ്ടും ലിവിംഗ് റൂമിലെത്തി TV കാണുകയും ഫോൺ നോക്കുകയും ചെയ്തു. 1 മണിക്കൂറോളം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പിന്നീട് ബാത്റൂമിൽ പോകാനായി എഴുന്നേറ്റപ്പോൾ ഞാൻ വിചിത്രമായി ഒന്ന് ശ്രദ്ധിച്ചു. തറയിലൊരു പാടുണ്ട്. വെളുത്ത ടൈലായതുകൊണ്ട് ആ ചെളി അടയാളം വ്യക്തമായി കാണാമായിരുന്നു. ഞാൻ വീടിനുള്ളിൽ ഷൂസ് ഉപയോഗിക്കാറില്ല, പ്രത്യേകിച്ചും പുറത്ത് ചെളിയുള്ളപ്പോൾ. അതെങ്ങനെ അവിടെ വന്നുവെന്നും എന്തുകൊണ്ട് നേരത്തെ ശ്രദ്ധിച്ചില്ലെന്നും ഞാൻ അത്ഭുതപ്പെട്ടു. ആ അടയാളം ഇരുന്നിരുന്നത് എന്റെ സോഫയ്ക്ക് തൊട്ടു പിന്നിലായിരുന്നു. TV ഭിത്തിയോട് ചേർന്നായതുകൊണ്ട് സോഫയുടെ പുറകുവശം ആ മുറിയുടെ ബാക്കി ഭാഗത്തേക്കായിരുന്നു തിരിഞ്ഞിരുന്നത്. ഞാനൊരു തുണിയെടുത്ത് അത് തുടച്ചുമാറ്റി. എങ്കിലും മനസ്സിലൊരു അസ്വസ്ഥത ബാക്കി നിന്നു. ചിലപ്പോൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാറുണ്ടല്ലോ എന്ന് കരുതി ഞാനത് മറക്കാൻ ശ്രമിച്ചു. ആരോ അകത്ത് കയറിയോ എന്നൊരു ചിന്ത വന്നുവെങ്കിലും ഞാൻ എന്നെ തന്നെ പേടിപ്പിക്കുകയാണെന്ന് തോന്നി. ബാത്റൂമിൽ പോയ ശേഷം ഞാൻ തിരികെ സോഫയിലിരുന്നു. പക്ഷേ ആ സംഭവം എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത പേടി തോന്നി. ആരെങ്കിലും എന്നെ നോക്കി നിൽക്കുന്നുണ്ടോ എന്ന് തോന്നി ഞാൻ ഇടയ്ക്കിടെ പിന്നിലേക്ക് നോക്കി. ഒരു ഹൊറർ സിനിമ കണ്ടാലുണ്ടാകുന്ന ആ വികാരം. സോഫ ഇട്ടിരിക്കുന്ന രീതി അനുസരിച്ച് വീടിന്റെ താഴത്തെ നില മുഴുവൻ എന്റെ പിന്നിലായിരുന്നു. അതെന്നെ കൂടുതൽ അസ്വസ്ഥനാക്കി. സഹിക്കാൻ വയ്യാതെ ഞാൻ TV അണച്ചു മുകളിലെ കിടപ്പുമുറിയിലേക്ക് പോയി. ഭിത്തിയോട് ചേർന്നുള്ള കിടക്കയിൽ കിടന്നാൽ പുറകിൽ ആരില്ലെന്ന ധൈര്യമെങ്കിലും കിട്ടുമല്ലോ. അവിടെയും ഒരു ചെറിയ TV ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എന്റെ പരിപാടികൾ തുടർന്നു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ശാന്തനായി. പെട്ടെന്നാണ് മുറിക്ക് പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടത്. അതൊരു കാലച്ചയാണോ അതോ ഭിത്തിയിൽ എന്തോ തട്ടിയതാണോ എന്ന് ഉറപ്പില്ലായിരുന്നില്ല. അതോടെ ഞാൻ വീണ്ടും ഭയന്നു. ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിനടുത്ത് ചെന്ന് ചെവി ചേർത്ത് വെച്ചു. ഒന്നും കേൾക്കുന്നില്ല. ഒടുവിൽ ധൈര്യം സംഭരിച്ച് പുറത്തെന്താണെന്ന് നോക്കാൻ തന്നെ തീരുമാനിച്ചു. വാതിൽ തുറന്ന് ഇടനാഴിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. നല്ല നിശബ്ദത. സമാധാനമായി ഉറങ്ങണമെങ്കിൽ വീട് മൊത്തം ഒന്ന് പരിശോധിക്കണമെന്ന് എനിക്ക് തോന്നി. മുകളിൽ 2ാമത്തെ മുറി ഒരു ലൈബ്രറി ഓഫീസ് മുറിയാണ്. അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് താഴത്തെ നിലയിലെ TV ഓണായി. ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന പരിപാടി വലിയ ശബ്ദത്തിൽ താഴെ കേൾക്കാം. പേടികൊണ്ട് എന്റെ നെഞ്ചിടിച്ചു. ഞാൻ ഇടനാഴിയിലൂടെ ഓടി താഴത്തെ നിലയിലെത്തി. TVയുടെ വെളിച്ചം ചുമരുകളിൽ മിന്നുന്നതല്ലാതെ ബാക്കി ഭാഗമെല്ലാം ഇരുട്ടിലായിരുന്നു. ഞാൻ ലിവിംഗ് റൂമിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. ജാഗ്രതയോടെ TVയുടെ അടുത്തേക്ക് ചെന്ന് അതിന്റെ പുറകിലെ ബട്ടൺ അമർത്തി അത് ഓഫ് ചെയ്തു. ഇത് TVയുടെ സാങ്കേതിക തകരാറാണോ അതോ ശരിക്കും ആരെങ്കിലും ഉണ്ടോ? അന്ന് നടന്ന അസ്വാഭാവികമായ എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നുകൂടി ചിന്തിച്ചു. കിച്ചണിൽ നിന്നൊരു കത്തിയെടുത്ത് ഞാൻ വീടിന്റെ ഓരോ മൂലയും പരിശോധിച്ചു. സത്യത്തിൽ ഞാൻ അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കണമായിരുന്നു. പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് വരാൻ 15-20 മിനിറ്റ് എടുക്കുമല്ലോ എന്നതായിരുന്നു എന്റെ പേടി. താഴത്തെ നില മുഴുവൻ പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല. എല്ലാം വെറും തോന്നലുകളാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ പതുക്കെ മുകളിലേക്ക് നടന്നു. സ്പെയർ റൂമിന്റെ വാതിൽ തുറന്നു. കുറേ നാളായി ഞാൻ ആ മുറിയിൽ കയറിയിട്ട്. അവിടെയെല്ലാം പഴയതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ക്ലോസറ്റിനടുത്തായി തറയിൽ കിടക്കുന്ന ഒരു വസ്തു എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് താഴത്തെ TVയുടെ റിമോട്ടായിരുന്നു. എന്റെ രക്തം തണുത്തുപോയി. ഞാൻ പിന്നോട്ട് മാറി താഴേക്ക് ഓടി. വീട്ടിന് പുറത്തിറങ്ങി ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ വീടിന്റെ താഴത്തെ ഒരു ജനലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തി. ആ ആരോ പകൽ ഞാൻ ജോലിയിലായിരുന്നപ്പോൾ തന്നെ അവിടെ വന്നിരിക്കണം. കാർ ഡ്രൈവേയിൽ വന്നതും വാതിലിൽ മുട്ടിയതുമെല്ലാം ഞാൻ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കാനായിരിക്കണം. ഇല്ലെന്നുറപ്പായപ്പോൾ അവർ അകത്ത് കയറി. ആ രാത്രി മുഴുവൻ അവർ ആ വീട്ടിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ എന്നെ നിരീക്ഷിച്ചുകൊണ്ട്. അത് ഓർത്താൽ ഇപ്പോഴും എനിക്ക് വിറയൽ വരുന്നു. ഞാൻ മുകളിലെ മുറിയിലേക്ക് പോയപ്പോൾ അവർ ആ റിമോട്ട് കൈക്കലാക്കി. ഞാൻ സ്പെയർ റൂമിനടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ എൻ്റെ ശ്രദ്ധ മാറ്റാനായിരിക്കണം അവർ താഴത്തെ TV ഓണാക്കിയത്. ആ സമയം കൊണ്ട് അവർക്ക് വീട്ടിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. വീട്ടിൽ നിന്നൊന്നും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നതും എന്തിനാണ് അവർ വന്നതെന്നും വ്യക്തമല്ലാത്തതും ഇതിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ്. ഇനിയും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.